ഇതുപോലൊരു ഹൈ ക്വാളിറ്റി ഓഡിയോ സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വളരെ ചിലവ് കുറച്ചാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ ഒരു സ്പീക്കർ ബോക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു PAM843 ആംപ്ലിഫയർ ബോർഡാണ്. ഇതൊരു ഓഡിയോ ബോർഡാണ്. ഈ ഒരു ബോർഡാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൽ നിങ്ങളിവിടെ കാണുന്നത് ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ പവർ കൊടുക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ്, പിന്നെ ഇത് ഗ്രൗണ്ട്, റൈറ്റ്, ഇവിടെയാണ് നമ്മുടെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്നത് 6 വാട്ടാണ്. അതായത് 6 വാട്ടിൻ്റെ സ്പീക്കറാണ് നമുക്കിതിൽ കൊടുക്കാൻ സാധിക്കുക. അതായത് ഈ ഒരു ഭാഗത്ത് 3 വാട്ട്, ഇവിടെ ഒരു 3 വാട്ട്, അങ്ങനെ നമുക്ക് 3+3 ടോട്ടൽ 6 വാട്ടാണ് നമുക്ക് ഈ ഒരു ബോർഡിന് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പീക്കർ കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ആ ഒരു സിംഗിൾ യൂണിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്പീക്കർ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പവർ സെക്ഷൻ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ DC 5 വോൾട്ടാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ DC 5 വോൾട്ട് കൊടുക്കേണ്ട ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ വയറുകൾ സോൾഡർ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പവർ സെക്ഷന് വേണ്ടിയുള്ള വയർ നമ്മളവിടെ സോൾഡർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു റെഡ് വയർ, ഒരു വൈറ്റ് വയറാണ് സോൾഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റത്ത് ഇത് ജമ്പർ പിൻ കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ ഒരു ജമ്പേഴ്സ് നമുക്കിതിൽ പവർ ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ഒരു DC സോക്കറ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു DC സോക്കറ്റിലേക്ക് നമുക്കിനി ഒരു നമ്മുടെ ഒരു ജമ്പർ പിന്നിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഈ ഒരു DC പിന്നിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻപുട്ട് സെക്ഷൻ, അതായത് പവർ ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു ഇൻപുട്ട് പിൻ നമ്മളിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു USB കട്ട് ചെയ്തെടുത്തിരിക്കുന്ന വയറാണിത്. നമ്മുടെ അറ്റത്ത് USB, അതാകുമ്പോൾ നമുക്ക് ഏതൊരു മൊബൈൽ ചാർജറിൽ നിന്നും സപ്ലൈ കൊടുക്കാൻ വേണ്ടി പാകത്തിനാണ്, ഏതൊരു USB പോർട്ടിൽ നിന്നും സപ്ലൈ കൊടുക്കാൻ വേണ്ടി പാകത്തിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര ഒരു വയർ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു DC മെയിൽ സോക്കറ്റ് നമുക്ക് ഇതിലാണ് സ്ക്രൂ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പവർ ഇൻപുട്ട് സോക്കറ്റ് നമ്മൾ ഇൻപുട്ടും അപ്പോൾ നമ്മുടെ ഇതിലേക്ക് കൊടുക്കാനുള്ള, നമ്മുടെ ഈ ഒരു ബോർഡിലേക്ക് കൊടുക്കാനുള്ള 5 വോൾട്ട് സപ്ലൈയുടെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഊരി മാറ്റാൻ പാകത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ ഈ ഒരു USB നമ്മുടെ ഒരു മൊബൈൽ ചാർജറിൻ്റെ ഇൻപുട്ട് പോർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പവർ സെക്ഷൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഓണും ഓഫും ആക്കാനായിട്ട് നമ്മൾ ഈ ഒരു സ്വിച്ചാണ് ഇവിടെ യൂസ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഈ സ്വിച്ച് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഒരു പവർ വരുന്ന ലൈനിൽ നമ്മുടെ ഈ റെഡ് വയർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻപുട്ടിന് നമ്മളൊരു സ്വിച്ച് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്വിച്ചും നമ്മൾ നന്നായിട്ട് തന്നെ ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഈ ഒരു ഡിവൈസിലേക്ക് നമ്മൾ ഇതൊന്ന് ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻഡിക്കേഷൻ തരാനായിട്ടൊരു പവർ LED കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഒരു പവർ LED കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ LED നമ്മളിങ്ങനെ ഇപ്പോൾ സോൾഡർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വയറും നമ്മളതിലൊരു 10K റെസിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ്. ഈ 5 വോൾട്ട് നമുക്ക് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി LEDക്ക് ഇല്ല. അപ്പോൾ നമ്മളതിന് കറണ്ട് ലിമിറ്റ് ചെയ്തുകൊണ്ടതിന് വേണ്ടി നമ്മളൊരു റെസിസ്റ്റർ, ഒരു 10K റെസിസ്റ്ററാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു LED സെക്ഷനും കൂടി നമുക്ക് ആ ഒരു നമ്മൾ ചെയ്തിരിക്കുന്ന പവർ സെക്ഷനിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ പവർ LED ഇപ്പോൾ നമ്മളിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പവർ LED എന്ന് വരുന്ന നെഗറ്റീവ് വയർ നേരെ നമ്മുടെ പവർ ഇൻപുട്ടിൻ്റെ നെഗറ്റീവിലേക്ക് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ പവർ LEDയുടെ റെസിസ്റ്റർ വഴി നമ്മൾ പോസിറ്റീവ്, നമ്മുടെ സ്വിച്ച് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമുക്ക് ലൈറ്റ് കത്തിയാൽ മതി, അല്ലാണ്ട് പവർ കൊടുക്കുമ്പോൾ ലൈറ്റ് കത്തിയിരിക്കേണ്ട. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആകുമ്പോൾ ലൈറ്റ് കത്താൻ പാകത്തിനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി.
അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പീക്കർ ബോക്സിൻ്റെ ഒരു പവറിൻ്റെ സെക്ഷൻ കംപ്ലീറ്റും റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി നോക്കാനുള്ളത് നമ്മുടെ വയർ, അതായത് നമ്മുടെ സൗണ്ട് ഇൻപുട്ട് കൊടുക്കാനുള്ള ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിനായിട്ട് ഇൻപുട്ട് ഓഡിയോ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പോലെ ഒരു ഓക്സിൻ്റെ കേബിളാണ്. ഒരു 3.5 mm ജാക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, പിന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് 4 വയർ ഔട്ട് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ള വരുന്നത് നമുക്ക് റൈറ്റ്, നമ്മുടെ ഈ റെഡ് വരുന്നത് നമുക്ക് ലെഫ്റ്റ്, ഓഡിയോ ലെഫ്റ്റ്. ഈ ബ്ലാക്ക് വരുന്നത് കോമൺ ആണ്, അതായത് ഗ്രൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് രണ്ടും പിരിച്ചിട്ട് ഷോർട്ട് ചെയ്ത് വെക്കാം. അതായത് ഇത് തമ്മിൽ പിരിച്ചതിൻ്റെ കമ്പി പിരിച്ച് വെച്ച് നമുക്ക് അവിടെ നിന്ന് സോൾഡർ അപ്ലൈ കൊടുക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു 3 വയറിലും സോൾഡർ അപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രൗണ്ട് തമ്മിൽ രണ്ടും കൂട്ടി കണക്ട് ചെയ്താണ് സോൾഡർ ചെയ്യുന്നത്. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ, ഒരു ഗ്രൗണ്ടേ നമുക്ക് ശരിക്കും ആവശ്യമുള്ളൂ. രണ്ടും സെയിം ആണ്, അതാണ് നമ്മൾ ജസ്റ്റ് വയർ പിരിച്ച് വെച്ചു മാത്രം. ഓക്കെ, ബാക്കിയുള്ളത് വരുന്നത് ലെഫ്റ്റും റൈറ്റും ആണ്. ഇനി നമുക്ക് ഈ ഒരു 3 വയറും കൂടി നമ്മുടെ ഈ ഒരു ബോർഡിൻ്റെ സൗണ്ട് ഇൻപുട്ട് സെക്ഷനിലേക്ക് സോൾഡർ ചെയ്ത് പഠിപ്പിക്കണം. അപ്പോൾ നമ്മുടെ സൗണ്ട് ഇൻപുട്ട് സെക്ഷൻ ഈ കാണുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാം L ഗ്രൗണ്ട് R, ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 വയറും കറക്റ്റായിട്ട് നോക്കി ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു 3 വയറോടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ആ ഒരു ഗ്രൗണ്ടും നമ്മുടെ ആ ഒരു ലെഫ്റ്റും റൈറ്റും തമ്മിൽ ഒരിക്കലും ഷോർട്ട് ആവരുത്. അപ്പോൾ നമുക്കിപ്പോൾ ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ അതായത് വെള്ള റെഡിൻ്റെ ഭാഗത്തോ റെഡ് വെള്ളയുടെ ഭാഗത്തോ അങ്ങനെ സോൾഡർ ചെയ്ത് ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ ഒരു സോൾഡർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഗ്രൗണ്ടും, അതായത് നടുക്ക് വരുന്ന നമ്മുടെ ഗ്രൗണ്ട് വയറും അപ്പുറത്തെ ലെഫ്റ്റും റൈറ്റും നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ കൂട്ടിവിട്ടാണ് നോക്കണം. കാരണം ഈ ഒരു ബോർഡിൻ്റെ കോൺടാക്ട്സ് അത്ര ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് സോൾഡർ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ സോൾഡർ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് സ്പീക്കർ, നമുക്കിവിടെ ഔട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്പീക്കർ കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് 2 സ്പീക്കറുകളാണ്, 2 3 വാട്ടിൻ്റെ സ്പീക്കർ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വാട്ടിൻ്റെ ഒരു സ്പീക്കർ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 2 സ്പീക്കർ കൊടുക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിറ്റ് നമ്മൾ സിംഗിൾ സ്പീക്കറാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സിംഗിൾ സ്പീക്കർ എടുക്കുന്നത്. നിങ്ങൾക്ക് 2 സ്പീക്കർ കൊടുക്കുകയാണെങ്കിൽ 2 സ്പീക്കർ കൊടുക്കുക, 3 വാട്ടിൻ്റെ 2 സ്പീക്കർ കൊടുക്കുക. ഓക്കെ, നമുക്കിനി ചെയ്യാനുള്ള നമ്മുടെ ഈ ഒരു സ്പീക്കർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഓഡിയോ ബോർഡിൻ്റെ ഔട്ടിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ആ ഒരു പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്പീക്കർ നമ്മുടെ ആ ഒരു ബോർഡിൽ ഇപ്പോൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്പീക്കർ സോൾഡർ എടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ആ ഒരു 3.5 mm നമ്മുടെ ആ ഒരു ഇൻപുട്ട് വയർ അത് സോൾഡർ എടുത്തു. ഇനി അങ്ങനെ നമ്മുടെ പവർ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്കിനി ഒരു ബോക്സിനുള്ളിൽ സെറ്റാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്പീക്കർ സിസ്റ്റം സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ബോക്സിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മേൾ ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു സ്പീക്കറിനുള്ളതൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു സ്വിച്ചൊക്കെ ഈ ഒരു ഭാഗത്ത് വെക്കാനുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മുടെ ആ ഒരു സ്പീക്കർ സിസ്റ്റം നമ്മൾ ആ ഒരു ബോക്സിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻപുട്ട് വയർ നമ്മൾ ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ നമ്മളിങ്ങനെ വെച്ച് നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് താഴെ വെച്ചു. നമ്മുടെ ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ DC ഇൻപുട്ട് ജാക്കറ്റ് നമ്മൾ ഈ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സ്റ്റിക്കർ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന സ്റ്റിക്കറാണ്. ഇതൊരു വുഡ് ഫിനിഷുള്ള, അതായത് ഒരു വുഡിൻ്റെ തീമുള്ള ഒരു സ്റ്റിക്കറാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ വളരെ വില കുറച്ച് കിട്ടുന്ന ഒരു സ്റ്റിക്കറാണിത്. ഈ ഒരു സ്റ്റിക്കർ നമ്മളിനി ഈ ഒരു ബോക്സിലേക്ക് അപ്ലൈ കൊടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു സ്റ്റിക്കർ അപ്ലൈ ആയിട്ടുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആ ഒരു സ്പീക്കറിൻ്റെ നമ്മുടെ ആ ഒരു ബോക്സ് ഇപ്പോൾ ആ ഒരു പശയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്പീക്കർ ബോക്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അടിച്ചൊന്നുമില്ല, ബാക്ക് സൈഡിൽ നിന്ന് കുറച്ചൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അതിലുള്ള പേപ്പർ നമുക്ക് തീർന്നു പോയതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫിനിഷ് കാണാനുള്ള ആ ഭാഗത്ത് അത്രയും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു ബോക്സ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു പവർ സോഴ്സ് കൊടുത്ത് നമ്മളിപ്പോൾ DC സോക്കറ്റിലേക്ക് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സെക്ഷൻ പവർ ഓൺ ആക്കി നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ എല്ലാം കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് ഇതൊന്ന് പവർ ഓൺ ആക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു സ്പീക്കർ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു മുരങ്ങണ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഈ ഒരു 3.5 mm ജാക്ക് നമുക്കൊരു മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്തൊരു പാട്ടിട്ട് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ NCC എന്നാണൊരു പാട്ടെടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോപ്പറേറ്റ് കിട്ടില്ല, അതിന് വേണ്ടിയാണ് നമ്മൾ NCC എന്നൊരു മ്യൂസിക് എടുക്കുന്നത്, BGM എടുക്കുന്നത്. ഓക്കെ, നമുക്ക് അവരുടെ ലേറ്റസ്റ്റ് റിലീസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ സ്പീക്കർ പക്കയായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറൊക്കെ ചെറുതായിട്ട് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പശയൊക്കെ കുറച്ച് നമ്മുടെ പഴയ സ്റ്റിക്കർ മേടിച്ചതിൻ്റെ ബാക്കി വന്നപ്പോൾ കുറേ നാൾ ഇരുന്നതിൻ്റെ പശയൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പൊളിഞ്ഞു പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഞാൻ ഉണ്ടാക്കിയ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമ്മുടെ സ്പീക്കർ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്റർ എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിൽ നമുക്കിനി വേണമെങ്കിൽ ബാറ്ററി ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഒക്കെ ആഡ് ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ബ്ലൂടൂത്തും നമ്മുടെ ഒരു ബാറ്ററിയും എല്ലാം ഇത് നമുക്ക് പോർട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു സ്പീക്കർ നമ്മൾ മറ്റൊരെണ്ണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയും നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ആഡ് ചെയ്തുള്ള വീഡിയോ ഒക്കെ നമുക്ക് അധികം വേണ്ടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.